ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തിരുവാതിര ഗാർഡൻസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ഒരു വമ്പിച്ച കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. വാൻഡ, മുക്കാറ, ഫെലനോപ്സിസ് ഇതിൻ്റെയൊക്കെ ബ്ലൂമിംഗ് സ്റ്റേജിലെ പ്ലാന്റും ഫ്ലവറിംഗ് പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഡെൻഡ്രോബിയത്തിൻ്റെ തന്നെ ട്വിസ്റ്റഡ് വെറൈറ്റീസിൻ്റെയും അതുപോലെ തന്നെ സ്പ്ലാഷ് വെറൈറ്റീസിൻ്റെയൊക്കെ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ഒരുപാട് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ബുറാന സൺഷൈൻ ആണ്. എന്ത് ഭംഗിയാണെന്ന് ഇതിൻ്റെ ഫ്ലവർ കാണാൻ. ഒരു 3 months ഒക്കെ ഇതിൻ്റെ ഫ്ലവർ പോവാതെ ഇതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കും. ഇതൊരു കേളി ടൈപ്പ് ഓർക്കിഡാണ്. ഈ കേളി ഓർക്കിഡിൻ്റെ തന്നെ 2-3 കളർ ഷെയ്ഡോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സിൻ്റെയും നമുക്കൊരു വമ്പിച്ച കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഒരു 50ഓളം വെറൈറ്റീസ് നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓർക്കിഡ്സും ഉണ്ട്, അതുപോലെ തന്നെ പ്രീമിയം ടൈപ്പ് ഓർക്കിഡും ഉണ്ട്. നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് പ്രീമിയം ടൈപ്പും സ്റ്റാൻഡേർഡ് ടൈപ്പും ഇത് രണ്ടും നമ്മളൊരു കോംബോ ഓഫറിൽ കൊടുക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ടൈപ്പിന് 10 കളർ 1000 രൂപയ്ക്കും, അതുപോലെ തന്നെ പ്രീമിയം ടൈപ്പ് 10 കളറിന് 1200 ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ വാൻഡയുടെയും മുക്കാറയുടെയും ഓൺസീഡിയം, കാറ്റ്ലിയ ഇതിൻ്റെയൊക്കെ സീഡ്ലിങ്സ് നമുക്ക് അവൈലബിൾ ആണ്. കാറ്റ്ലിയയുടെ തന്നെ നമുക്കൊരു 8ഓളം കളേഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ തിരുവാതിര ഗാർഡൻ്റെ പുതിയ ഔട്ട്ലെറ്റായ കൊല്ലം കൊട്ടാരക്കര അമ്പലത്തിങ്കാലയിലും ഇത് അവൈലബിൾ ആണ്. പ്ലാന്റ് ആവശ്യമുള്ളവർ നമ്മുടെ ഷോപ്പിൽ നേരിട്ടും വിസിറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഹോം ഗാർഡനിലും ഇത് അവൈലബിൾ ആണ്. നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് എഴുകോൺ പോലീസ് സ്റ്റേഷന് സമീപമാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന ഈ ഫ്ലവറിംഗ് പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ അതേ കളേഴ്സ് തന്നെ നിങ്ങൾക്ക് അയച്ചു തരാം. നമ്മൾ ഈ ഫ്ലവറിംഗ് പ്ലാന്റൊക്കെ ഇതേ പോട്ടോടുകൂടി തന്നെയാണ് കൊറിയർ ചെയ്യുന്നത്. നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത്. അതുപോലെ ഡെൻഡ്രോബിയത്തിൻ്റെ ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ നമ്മളൊരു 3 ഇഞ്ച് പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളിത് വാങ്ങുമ്പോൾ ഇത് റീപോർട്ട് ചെയ്യണം. ഇത് റീപോർട്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ ക്ലേ പോട്ടിലോ അല്ലെങ്കിൽ നല്ല ഹോൾസ് ഉള്ള പ്ലാസ്റ്റിക് പോട്ടിലോ ഇത് നട്ടുകൊടുക്കാം. ഇത് നടാനായിട്ട് ട്രീറ്റ് ചെയ്ത കൊക്കോ ചിപ്സും അതുപോലെ തന്നെ ചാർക്കോളും വെച്ച് വേണം ഇത് പോട്ട് ചെയ്യാനായിട്ട്. പോട്ട് ചെയ്ത ഉടൻ നമ്മളിത് വെയിലത്ത് വെക്കല്ലേ. ഇത് ഏതെങ്കിലും ഒരു ഷെയ്ഡിൻ്റെ ഭാഗത്ത് വേണം നമ്മൾ പോട്ട് ചെയ്താൽ വെക്കാനായിട്ട്. ഓർക്കിഡ്സ് നല്ലതുപോലെ ഫ്ലവർ വരാനായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് ഓർഗാനിക് ഫെർട്ടിലൈസറും അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസറും ആഴ്ചയിൽ മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഓർഗാനിക് ഫെർട്ടിലൈസർ അത് നമുക്ക് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള തേങ്ങാവെള്ളം, പിന്നെ അരി കഴുകുന്ന വെള്ളം, ഇതെല്ലാം നമുക്ക് ആഴ്ചയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഗ്രോത്തിനായിട്ട് നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് അത് കുറച്ച് ഇരട്ടി വെള്ളം ചേർത്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ശീമക്കൊന്നയുടെ ഇല മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ തെളിയെടുത്ത് ഇരട്ടി വെള്ളം ചേർത്ത് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ മുരിങ്ങയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മിക്സിയിൽ അരച്ചിട്ട് അതും സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുരിങ്ങയില നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിത് മിക്സിയിൽ ഇത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കുറച്ച് നേരം വെച്ചിരുന്നാൽ ഇത് കട്ടിയായിട്ടിരിക്കും. പിന്നെ ഇത് സ്പ്രേ ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇത് മുരിങ്ങയില മാത്രം നമ്മൾ അതിൻ്റെ ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ നമുക്ക് ഗോമൂത്രം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ പച്ചച്ചാണകത്തിൻ്റെ തെളി ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ മാറി മാറി ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ
ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകും. നമുക്ക് മഴക്കാലത്ത് ഓർഗാനിക് ഫെർട്ടിലൈസർ ഒരിക്കലും സ്പ്രേ ചെയ്യല്ലേ. മഴക്കാലത്ത് കെമിക്കൽ ഫെർട്ടിലൈസർ മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാവൂ. അത് കെമിക്കൽ ഫെർട്ടിലൈസർ മിറാക്കിൾ ഗ്രോ, അതുപോലെ തന്നെ ഫ്ലവറിങ്ങിന് സൂപ്പർ മിറാക്കിൾ, പിന്നെ അതിൻ്റെ റൂട്ടിനായിട്ട് നമുക്ക് ഓർക്കിഡ്സ് നമ്മൾ ചെറിയ സീഡ്ലിങ്സ് ആയാലും നമ്മളത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റൂട്ട് ഹോർമോൺ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ റൂട്ടിലടിച്ചാൽ നല്ല വേരുകൾ ഉണ്ടാവുകയും പ്ലാന്റ് നല്ല ഗ്രോത്തിൽ വളരുകയും ചെയ്യും. അതുപോലെ നമുക്ക് ഓർക്കിഡ്സിൻ്റെ ഫെർട്ടിലൈസറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളത് കൊറിയർ ചെയ്ത് കൊടുക്കും. റൂട്ട് ഹോർമോണും മിറാക്കിൾ റൂട്ട്, മിറാക്കിൾ ഗ്രോത്ത്, പിന്നെ അതുപോലെ തന്നെ ഫ്ലവറിങ്ങിൻ്റെ സൂപ്പർ മിറാക്കിളും അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് പ്ലാന്റ് പോട്ട് ചെയ്യാനുള്ള ചാർക്കോളും കൊക്കോ ചിപ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്നാൽ നിങ്ങൾക്കത് ഷോപ്പിൽ നിന്ന് നേരിട്ട് വാങ്ങുകയും ചെയ്യാം. പിന്നെ കൊറിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊറിയറും ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.